ഹായ് ആൾ PSC അവേഴ്സിൻ്റെ മറ്റൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 10th പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള PYQs ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊരു റിവിഷനായിട്ട് കണ്ട് വളരെ സ്പീഡിൽ കേട്ട് പഠിച്ചെടുക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അടുത്ത ചോദ്യം, കേരളത്തിലെ ഇപ്പോഴത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഇത് അന്നത്തെ ചോദ്യമാണ്. ഇത് അന്ന് ഡിലീറ്റ് ചെയ്തായിരുന്നു. അടുത്ത ചോദ്യം നോക്കാം. ദേശീയ പതാകയുമായിട്ട് ബന്ധമില്ലാത്തത് ഏത്? ഓപ്ഷൻ സി ആണ് ബന്ധമില്ലാത്തത്. 1947 ഓഗസ്റ്റ് 1 ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചു എന്നത് എന്താണ്? തെറ്റാണ്. അപ്പോൾ ദേശീയ പതാകയുമായിട്ട് ബന്ധമുള്ള കാര്യങ്ങളാണ് കുങ്കുമം, വെള്ള, പച്ച എന്നീ നിറങ്ങളാണുള്ളത്. 3:2 എന്ന അനുപാതത്തിൽ നിർമ്മിച്ചിരിക്കുന്നു. പെങ്കലി വെങ്കയാണ് രൂപകൽപ്പന ചെയ്തത്. ദേശീയ പതാകയുമായിട്ട് ബന്ധമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? കുങ്കുമം, വെള്ള, പച്ച എന്നീ നിറങ്ങളാണുള്ളത്. 3:2 എന്ന അനുപാതത്തിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. പിങ്കലി വെങ്കയാണ് രൂപകൽപ്പന ചെയ്തത്. 28ാമത് ചോദ്യം, ഇന്ത്യൻ ദേശീയ ഗാനം അംഗീകരിച്ചത് എപ്പോൾ? ഓപ്ഷൻ എ 1950 ജനുവരി 24 ഇന്ത്യൻ ദേശീയ ഗാനം അംഗീകരിച്ചത്. അപ്പോൾ എന്നാണ് ഇന്ത്യയുടെ ദേശീയ ഗാനം അംഗീകരിച്ചത്? 1950 ജനുവരി 24. 29ാമത് ചോദ്യം, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷനാണ് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷനാണ് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. 30ാമത് ചോദ്യം, ഇന്ത്യയിൽ സുപ്രീം കോടതിയുടെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ ബി ന്യൂഡൽഹിയിലാണ് ഇന്ത്യയിൽ സുപ്രീം കോടതിയുടെ ആസ്ഥാനം. ഇന്ത്യയിൽ സുപ്രീം കോടതിയുടെ ആസ്ഥാനം ഓപ്ഷൻ ബി ന്യൂഡൽഹിയാണ്. 31ാമത് ചോദ്യം, ആര്യ സമാജത്തിന്റെ സ്ഥാപകൻ ആരാണ്? ഓപ്ഷൻ എ പണ്ഡിറ്റ് കറുപ്പനാണ് ആര്യ സമാജത്തിന്റെ സ്ഥാപകൻ. ആര്യ സമാജത്തിന്റെ സ്ഥാപകൻ ആരാണ്? പണ്ഡിറ്റ് കറുപ്പനാണ്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. കേരളത്തിൽ ഇപ്പോഴത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അന്ന് ഡിലീറ്റ് ചെയ്ത ചോദ്യമാണ്. 27ാമത് ചോദ്യം, ദേശീയ പതാകയുമായിട്ട് ബന്ധമില്ലാത്തതാണ്. 1947 ഓഗസ്റ്റ് 1 ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചു എന്നത് ബന്ധമില്ലാത്ത കാര്യമാണ്. ഇനി ഓപ്ഷൻ എ എന്താണ്? കുങ്കുമം, വെള്ള, പച്ച എന്നീ നിറങ്ങളാണുള്ളത്. ശരിയാണ്. 3:2 എന്ന അനുപാതത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. പിങ്കലി വെങ്കയാണ് രൂപകൽപ്പന ചെയ്തത്. ഇന്ത്യൻ ദേശീയ ഗാനം അംഗീകരിച്ചത് എന്നാണ്? 1950 ജനുവരി 24 ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷനാണ് ആര്? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. 30ാമത് ചോദ്യം, ഇന്ത്യൻ സുപ്രീം കോടതിയുടെ ആസ്ഥാനം ന്യൂഡൽഹിയിൽ. അരേ സമാജത്തിന്റെ സ്ഥാപകനാണ് ആര്? ഓപ്ഷൻ എ പണ്ഡിറ്റ് കറുപ്പൻ. അരേ സമാജത്തിന്റെ സ്ഥാപകനാണ് ഓപ്ഷൻ എ പണ്ഡിറ്റ് കറുപ്പൻ. അടുത്ത ചോദ്യം, കുറിച്യ കലാപത്തിന്റെ നേതാവാണ്? ഓപ്ഷൻ സി രാമനമ്പി. കുറിച്യ കലാപത്തിന്റെ നേതാവാണ് ആരാണ്? രാമനമ്പി. കുറിച്യ കലാപത്തിന്റെ നേതാവ് രാമനമ്പി. 33ാമത് ചോദ്യം, കുമാരഗുരുദേവൻ ആരംഭിച്ച പ്രസ്ഥാനമാണ് പ്രത്യക്ഷ രക്ഷാ ദേവസഭ. കുമാരഗുരുദേവൻ ആരംഭിച്ച പ്രസ്ഥാനത്തിന്റെ പേരെന്താണ്? പ്രത്യക്ഷ രക്ഷാ ദേവസഭ. കുമാരഗുരുദേവൻ ആരംഭിച്ച പ്രസ്ഥാനത്തിന്റെ പേരാണ് പ്രത്യക്ഷ രക്ഷാ ദേവസഭ. 34ാമത് ചോദ്യം, കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട നേതാവാണ് ആര്? ഓപ്ഷൻ എ ഡോക്ടർ KB മേനോൻ. കീഴരിയൂർ ബോംബ് കേസുമായിട്ട് ബന്ധപ്പെട്ട നേതാവാണ് ആര്? ഡോക്ടർ KB മേനോൻ ആണ് എന്ത്? കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട നേതാവ്. 35ാമത് ചോദ്യം, ചട്ടമ്പി സ്വാമിയുടെ പ്രധാന കൃതിയാണ് പ്രാചീന മലയാളം. ചട്ടമ്പി സ്വാമിയുടെ പ്രധാന കൃതിയാണ് ഏത്? ഓപ്ഷൻ ബി പ്രാചീന മലയാളം. അപ്പോൾ പ്രാചീന മലയാളം എഴുതിയത് ആരാണ്? ചട്ടമ്പി സ്വാമിയാണ്. അടുത്ത ചോദ്യം, കുണ്ടറ വിളംബരം നടത്തിയ വർഷം എന്നാണ്? 1806 കുണ്ടറ വിളംബരം നടന്നത്. കുണ്ടറ വിളംബരം എന്നായിരുന്നു? 1806. 37ാമത് ചോദ്യം, കല്ലുമാല സമരം നയിച്ചത്? ഓപ്ഷൻ സി അയ്യങ്കാളിയാണ്. കല്ലുമാല സമരം നയിച്ചത് ഓപ്ഷൻ സി അയ്യങ്കാളിയാണ്. 38 മലബാർ പ്രദേശം ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത് ഏത് ഉടമ്പടി പ്രകാരമായിരുന്നു? ഓപ്ഷൻ ഡി ശ്രീരംഗപട്ടണ ഉടമ്പടി പ്രകാരമായിരുന്നു എന്ത്? മലബാർ പ്രദേശം ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത്. മലബാർ പ്രദേശം ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാനിടയായ ഉടമ്പടി ഏതാണ്? ഓപ്ഷൻ ഡി ശ്രീരംഗപട്ടണം ഉടമ്പടി. 39ാമത് ചോദ്യം, വൈക്കം സത്യാഗ്രഹത്തെ പിന്തുണച്ചുകൊണ്ട് സവർണജാതിക്ക് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭനാണ്. വൈക്കം സത്യാഗ്രഹത്തെ പിന്തുണച്ചുകൊണ്ട് സവർണജാതിക്ക് നേതൃത്വം നൽകിയത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. അടുത്ത ചോദ്യം, ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തിൽ സർവമത സമ്മേളനം നടന്ന സ്ഥലമാണ്? ഓപ്ഷൻ ഡി ആലുവ. ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തിൽ സർവമത സമ്മേളനം നടന്നത് എവിടെയാണ്? ഓപ്ഷൻ ഡി ആലുവയിലാണ്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. ആര്യ സമാജത്തിന്റെ സ്ഥാപകനാണ് ആര്? പണ്ഡിറ്റ് കറുപ്പൻ. അടുത്തത് കുറിച്യ കലാപത്തിന്റെ നേതാവാണ് രാമനമ്പി. അടുത്തതാണ് കുമാരഗുരുദേവൻ ആരംഭിച്ച പ്രസ്ഥാനമാണ് പ്രത്യക്ഷ രക്ഷാ ദേവസഭ. കുമാരഗുരുദേവൻ ആരംഭിച്ച പ്രസ്ഥാനമാണ് പ്രത്യക്ഷ രക്ഷാ ദേവസഭ.
34ാമത്തെ ചോദ്യം, കിഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട നേതാവാണ് ഡോക്ടർ കെ.ബി. മേനോൻ. ചട്ടമ്പിസ്വാമിയുടെ പ്രധാന കൃതിയാണ് ഏത്? പ്രാചീന മലയാളം. കുണ്ടറ വിളംബരം നടത്തിയ വർഷമാണ് 1806. കുണ്ടറ വിളംബരം നടത്തിയ വർഷമാണ് 1806. 37ാമത്തെ ചോദ്യം, കല്ലുമാല സമരം നയിച്ചതാരാണ്? അയ്യങ്കാളിയാണ്. കല്ലുമാല സമരം നയിച്ചത് അയ്യങ്കാളിയാണ്. 38ാമത്തെ ചോദ്യം, മലബാർ പ്രദേശം ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത് ഏത് ഉടമ്പടി പ്രകാരമായിരുന്നു? ഓപ്ഷൻ ഡി, ശ്രീരംഗപട്ടണ ഉടമ്പടി പ്രകാരമായിരുന്നു മലബാർ പ്രദേശം ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത്. 39ാമത്തെ ചോദ്യം, വൈക്കം സത്യാഗ്രഹത്തെ പിന്തുണച്ചുകൊണ്ട് സവർണജാതിക്ക് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭനാണ്. വൈക്കം സത്യാഗ്രഹത്തെ പിന്തുണച്ചുകൊണ്ട് സവർണജാതിക്ക് നേതൃത്വം നൽകിയത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. 40ാമത്തെ ചോദ്യം, ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തിൽ സർവ്വമത സമ്മേളനം നടന്ന സ്ഥലമാണ് ഏത്? ആലുവ. ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തിൽ സർവ്വമത സമ്മേളനം നടന്ന സ്ഥലമാണ് ആലുവ. 41ാമത്തെ ചോദ്യം, 1857 വിപ്ലവം കാൺപൂരിൽ നയിച്ചത് ആരാണ്? ഓപ്ഷൻ ഡി, നാനാ സാഹിബാണ്. കാൺപൂർ, നാനാ സാഹിബ്. 1857 വിപ്ലവം കാൺപൂരിൽ നയിച്ചത് ആരാണ്? നാനാ സാഹിബ്. കാൺപൂർ, നാനാ സാഹിബ്. 42ാമത്തെ ചോദ്യം, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷനാണ് ഏത്? ഹണ്ടർ കമ്മിറ്റി. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷനാണ് ഏത്? ഹണ്ടർ കമ്മിറ്റി. 43ാമത്തെ ചോദ്യം, കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം ഏതാണ്? ഓപ്ഷൻ ഡി, ലാഹോർ സമ്മേളനമാണ്. കോൺഗ്രസിന്റെ ലക്ഷ്യം എന്താണ്? പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം ഏതാണ്? ലാഹോർ സമ്മേളനം. അപ്പോൾ ലാഹോർ സമ്മേളനത്തിലാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ചത്. 44ാമത്തെ ചോദ്യം, വ്യക്തി സത്യാഗ്രഹത്തിനായിട്ട് ആദ്യം തെരഞ്ഞെടുത്തത് ഏത് വ്യക്തിയാണ്? അപ്പോൾ ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹത്തിനായിട്ട് ആദ്യം തെരഞ്ഞെടുത്തത് ഏത് വ്യക്തിയാണ്? വിനോബ ഭാവെയാണ്. വ്യക്തി സത്യാഗ്രഹത്തിന് ആദ്യം തെരഞ്ഞെടുത്തത് ഏത് വ്യക്തിയാണ്? ഓപ്ഷൻ ബി, വിനോബ ഭാവെ. 45ാമത്തെ ചോദ്യം, ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നത് ശുപാർശ ചെയ്ത കമ്മീഷനാണ്. ഓപ്ഷൻ ബി, ഫസൽ അലി കമ്മീഷൻ. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നത് ശുപാർശ ചെയ്ത കമ്മീഷനാണ് ഫസൽ അലി കമ്മീഷൻ. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തിൽ സർവ്വമത സമ്മേളനം നടന്നത് ആലുവയിൽ വെച്ചിട്ടാണ്. 1857 വിപ്ലവം കാൺപൂരിൽ നയിച്ചത് ആരാണ്? നാനാ സാഹിബാണ്. കാൺപൂര്, നാനാ സാഹിബ്. അടുത്തത്, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷനാണ് ഓപ്ഷൻ ബി, ഹണ്ടർ കമ്മിറ്റി. അപ്പോൾ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷനാണ് ഹണ്ടർ കമ്മിറ്റി. 43ാമത്തെ ചോദ്യം, കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനമാണ്. ഓപ്ഷൻ ഡി, ലാഹോർ സമ്മേളനം. 44ാമത്തെ ചോദ്യം, വ്യക്തി സത്യാഗ്രഹത്തിനായിട്ട് ആദ്യം തിരഞ്ഞെടുത്തത് ഏത് വ്യക്തിയെയാണ്? ഓപ്ഷൻ ബി, വിനോബ ഭാവെയാണ് വ്യക്തി സത്യാഗ്രഹത്തിനായിട്ട് ആദ്യം തിരഞ്ഞെടുത്തത്. 45ാമത്തെ ചോദ്യം, ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നത് ശുപാർശ ചെയ്ത കമ്മീഷനാണ്. ഓപ്ഷൻ ബി, ഫസൽ അലി കമ്മീഷൻ. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നത് ശുപാർശ ചെയ്ത കമ്മീഷനാണ് ഫസൽ അലി കമ്മീഷൻ. അടുത്ത ചോദ്യം 46ാമത്തെ ചോദ്യമാണ്, ഗാന്ധിജി ആദ്യമായിട്ട് ഇന്ത്യയിൽ നടത്തിയ നിരാഹാര സമരം ഏതാണ്? അഹമ്മദാബാദ് മിൽ സമരമാണ്. ഗാന്ധിജി ആദ്യമായിട്ട് ഇന്ത്യയിൽ നടത്തിയ നിരാഹാര സമരം അഹമ്മദാബാദ് മിൽ സമരം. നിരാഹാരം, അഹമ്മദാബാദ് മിൽ സമരം. 47ാമത്തെ ചോദ്യം, എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞത് ആരാണ്? ഓപ്ഷൻ ഡി, സുഭാഷ് ചന്ദ്രബോസ് ആണ്. എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞത്. അടുത്ത ചോദ്യം 48ാമത്തെ ചോദ്യം, ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കുവാൻ സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ച മലയാളിയാണ് ആര്? ഓപ്ഷൻ ഡി, വി.പി. മേനോൻ. ഈ ചോദ്യം 10th പ്രിലിംസിൻ്റെ 3rd ഫേസിലുണ്ടായിരുന്നു. ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കുവാൻ സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ച മലയാളിയാണ് ആര്? വി.പി. മേനോൻ. 49ാമത്തെ ചോദ്യമാണ്, 1946 നാവിക കലാപം ആരംഭിച്ച സ്ഥലമാണ്. ഓപ്ഷൻ സി, ബോംബെ. 46 നാവിക കലാപം ആരംഭിച്ചത് എവിടെയാണ്? ബോംബെയിലാണ്. 50ാമത്തെ ചോദ്യം, ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയ വർഷമാണ് 1931. ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയ വർഷമാണേത്? 1931. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. ഞാൻ വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നത് നിങ്ങൾക്കത് മനസ്സിൽ ഒറ്റ കേൾക്കുന്നതിൽ തന്നെ അത് തടഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങളിത് മനസ്സിൽ പതിപ്പിച്ചിട്ട് ഇനിയൊരു റിവിഷന് വേണ്ടിയിട്ടൊന്നും വെയിറ്റ് ചെയ്യാതെ ഇതൊരു റിവിഷനാക്കി എടുക്കുക. അടുത്ത
ചോദ്യം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നത് ശുപാർശ ചെയ്ത കമ്മീഷനാണ് ഫസൽ അലി കമ്മീഷൻ. 46 ഗാന്ധിജി ആദ്യമായിട്ട് ഇന്ത്യയിൽ നടത്തിയ നിരാഹാര സമരമാണ് അഹമ്മദാബാദ് മിൽ സമരം. അഹമ്മദാബാദ് നിരാഹാരം. ഓക്കെ. എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാമെന്ന് പറഞ്ഞത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാമെന്ന് പറഞ്ഞത് സുഭാഷ് ചന്ദ്രബോസ്. 48ാമത് ചോദ്യം, ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയൻ ലയിക്കുവാൻ സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ച മലയാളിയാണ് VP മേനോൻ. 49 1946 നാവിക കലാപം ആരംഭിച്ച സ്ഥലമാണേത്? ഓപ്ഷൻ ബി ബോംബെ. 50 ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയ വർഷം 1931. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.